വയനാട് പുൽപ്പള്ളി അമരക്കുനിയിൽ വന്യജീവി ആക്രമണം. വടക്കേക്കര രവികുമാറിന്റെ ആടിനെ ആക്രമിച്ചു കൊന്നു എന്ന വിവരമാണ് പുറത്തുവരുന്നത്. കടുവയാണ് ആക്രമിച്ചതെന്നാണ് നാട്ടുകാർ പറയുന്നത്. ആദ്യം നാട്ടുകാരുടെ പ്രതികരണത്തിൽ. ഇന്നലെ രാത്രി 11 മണിയൊക്കെ ആയപ്പോഴാണ് സംഭവം ഉണ്ടായത്. മാൻ്റെ സൗണ്ട് ഇങ്ങനെ കേട്ടിട്ട് ഇറങ്ങിയതാ. അച്ഛനെയും അമ്മേനെയും വിളിച്ച് പുറത്തിറക്കി. ഇറങ്ങി കഴിഞ്ഞപ്പം ലൈറ്റ് ഇങ്ങനെ ഇട്ട് നോക്കിയപ്പം എന്തോ ക്രോസ് ചെയ്യുന്നുണ്ട്. നോക്കുമ്പം എനിക്ക് തോന്നി അത് കടുവ തന്നെയാണ്. അങ്ങനെ പേടിച്ച് അകത്ത് പെട്ടെന്ന് കയറി. ഒരു അരമണിക്കൂർ കഴിഞ്ഞ് പുറത്തിറങ്ങി നോക്കുമ്പോണ്ട് ആടില്ലായിരുന്നു. രാത്രി ആടിനെ 11 മണിക്ക് പിടിച്ചല്ലോ. ആ സാധനത്തിലെ പോഷകാരം നിരീക്ഷണത്തിൽ നിന്ന സാധനമല്ലേ. ഇപ്പൊ രാവിലെ ആടില്ല. അപ്പൊ അവരവിടെ പോയി, ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരവിടെ പോയി. സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങളുമായി ചേരുന്നുണ്ട് വയനാട്ടിൽ നിന്ന്. സുർജിത്ത്, വലിയ ആശങ്ക നാട്ടുകാർക്കുണ്ട്. വനവകുപ്പ് എന്താണ് ഇതിനെക്കുറിച്ച് പറയുന്നത്? സുർജിത്ത്. അമരക്കുനി എന്ന് പറയുന്ന പ്രദേശത്ത് 2 ദിവസം മുമ്പ് ഇത് സമാനമായ രീതിയിൽ തന്നെ ഒരു ആടിനെ കടുവ കടിച്ചു കൊല്ലുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അതായത് അന്ന് കടിച്ചു കൊന്നത് നാരകത്തറയിൽ പാപ്പച്ചൻ എന്ന് വിളിക്കുന്ന ജോസഫിന്റെ ആടിനെയാണ്. ജമുനാപ്യാരി ഇനത്തിൽപ്പെട്ട വില കൂടിയ ആടിനെയാണ് കടിച്ച് കൊന്നിരിക്കുന്നത്. ആ മേഖലയിൽ 14 ക്യാമറ ട്രാപ്പുകൾ, 2 നിരീക്ഷണ ക്യാമറകൾ എന്നിവ സ്ഥാപിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ കൂടും വച്ചിട്ടുണ്ട്. ഇതിനിടയിലാണ് ഇന്നലെ വീണ്ടും സമാനമായ സംഭവം ഉണ്ടായിരിക്കുന്നത്. ഇതിന്റെ ഏതാണ്ട് അടുത്തുള്ള സ്ഥലമാണ് അമരക്കുനി ജംഗ്ഷന് പള്ളിക്ക് സമീപത്താണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. വടക്കേക്കര രതികുമാറിന്റെ വീട്ടിലെ ഈ ആട്ടിൻകൂട്ടിൽ നിന്നാണ് ആടിനെ പിടിച്ച് കൊണ്ടുപോയി കടിച്ചു കൊന്നിരിക്കുന്നത്. വട്ടമല ജിജോ എന്ന് പറയുന്ന ആളുടെ പറമ്പിലാണ് ഇതിനെ കൊണ്ട് ഇട്ടിരിക്കുന്നത്, അതായത് ജഡം ഇട്ടിരിക്കുന്നത്. ഇത് കടുവ തന്നെയാണെന്നുള്ള സ്ഥിരീകരണമുണ്ട്. കാരണം ഈ കടുവ ഈ മേഖലയിൽ കഴിഞ്ഞ ദിവസങ്ങളായി അലോസരപ്പെടുത്തുന്ന വിധത്തിൽ, ആളുകളെ പ്രശ്നമാക്കുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. എന്തായാലും ആളുകളെ സംബന്ധിച്ച് ആശങ്കയുണ്ട്. നൈറ്റ് പെട്രോളിംഗ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ വനംവകുപ്പ് ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഇതിനിടയിലാണ് ഇത്തരത്തിൽ ഒരു സംഭവം കൂടി ഉണ്ടായിരിക്കുന്നത്. ആളുകളെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള അമർഷവും പ്രതിഷേധവും നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. റിജിത്ത്.